ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? പിസയുടെ അതേ ലുക്കിലാണ്, എന്നാൽ പിസയല്ല, പിസയേക്കാൾ ടേസ്റ്റിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ബ്രെഡോ അതുപോലെ പിസയുടെ ഡോയോ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിലുള്ള, പിസയേക്കാൾ രുചിയിലുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പൊറോട്ടയാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ പൊറോട്ടയൊക്കെ ബാക്കി വരുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മളിവിടെ ടൊമാറ്റോ സോസാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പിസയുടെ സോസ് ഉണ്ടെങ്കിൽ അത് ആയാലും മതി കേട്ടോ. ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ, ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുള്ള ബീഫ് ഇതിന്റെ മുകളിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കാം. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആയാലും എടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ആവുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്. പൊറോട്ടയും ബീഫും എല്ലാവർക്കും അറിയാലോ, ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം ഞാനിവിടെ ഇതുപോലെ ബീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് മൊസറല്ല ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പിസയിലൊക്കെ ചീസ് ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ മൊസറല്ല ചീസൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണല്ലോ ചീസ്. അപ്പൊ മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിസയുടെ ഒരു ലുക്കൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു പിസയുടെ ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിസയുടെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അടച്ചു വെച്ച്, ആവി ഒട്ടും പുറത്തേക്ക് പോവാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവി ഒട്ടും പുറത്തേക്ക് പോവാതെ ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസയേക്കാൾ രുചിയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പൊ ഇതുപോലെ പൊറോട്ടയൊക്കെ ബാക്കി വരുന്ന സമയങ്ങളിലൊക്കെ റെഡിയാക്കി നോക്കുക. പിന്നെ എന്തൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.